1994 മിസ് ഇന്ത്യ ആരായിരുന്നു? ഓർമ്മയുണ്ടോ? എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. കാരണം അത് ഞാനൊക്കെ കുത്തിയിരുന്ന് കണ്ടതാണ് ടി വിയിൽ. എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ആരാണ് മിസ് ഇന്ത്യ ആകാൻ പോകുന്നത് ആ സമയത്ത്. അങ്ങനെ ഞാൻ വിചാരിച്ച ആൾ ആണോ മിസ് ഇന്ത്യ ആയതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെക്റ്റേഷനിലാണ് അന്നായത്. സുഷ്മിത സെന്നാണ് ആയത്. ഐശ്വര്യ റായ് റണ്ണറപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റണ്ണറപ്പ് ആകുന്ന ആൾക്കാർ മിസ് വേൾഡ് ആകാൻ പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് മിസ് യൂണിവേഴ്സ് ഉണ്ട്. ഇപ്പോൾ രണ്ടെണ്ണത്തിൽ രണ്ടുപേരുമായി. പിന്നെയും സുഷ്മിത സെന്നുമായി, പിന്നെ നമ്മുടെ ഐശ്വര്യ റായുമായി. ആ ഒരു പാജൻറ്റോട് കൂടി ഞാൻ നിർത്തിയിട്ടോ, ഞാൻ പിന്നെ കാണാറില്ല. പിന്നെ കുറേ ഇങ്ങനെ ചില സമയത്തൊക്കെ കാണാം, ഡസ്കി ആയിട്ടുള്ളൊരു ലേഡിയാണ് ഇപ്രാവശ്യം ആയത്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ജസ്റ്റ് പേപ്പറിൽ മാത്രം കാണും, അല്ലെങ്കിൽ വനിതയിൽ അവരെ പറ്റി വരുമ്പം വായിക്കും. സോ 94-ൻ്റെ ആ സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, എന്താല്ലേ ഇവരുടെയൊക്കെ ലൈഫ്. പക്ഷേ അതിനകത്ത് ഞാൻ എപ്പോഴും ഡിറ്റസ്റ്റ് ചെയ്തിരുന്ന ഒരു റൗണ്ടുണ്ട് കേട്ടോ. ഈ ഒത്തിരി ആളുകൾ ഇങ്ങനെ നിരന്നിരുന്നിട്ട് ഈ പെൺകുട്ടികളെ ഇങ്ങനെ സ്വിം സ്യൂട്ടിലൊക്കെ വാക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ അവരിങ്ങനെ നിരന്ന് ഇങ്ങനെ പോകുമ്പോഴേക്ക് എനിക്ക് ആസ് എ ഓൺ ലുക്കർ എനിക്കൊരു അൺകംഫർട്ടബിൾ ഫീലിംഗ് തോന്നാറുണ്ട്. മീൻസ് ലൈക്ക് അതെന്തിനാണ് അവരെ അങ്ങനെ നടത്തിക്കുന്നത്? അപ്പോൾ അവരുടെ അഴകളവുകൾ എടുക്കാനല്ലേ എന്നൊക്കെ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ട് വിഷയങ്ങൾ ഇന്നലെ തന്നെ നടന്നു. ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയിട്ട് കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒരു ഇൻറ്റ്യൂഷനും ഇല്ലാതെ വെറുതെ അങ്ങ് ഇന്നലെ പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത്. എന്തായെന്ന് വെച്ചാൽ, ഏതോ ഒരു മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട്, തമിഴ് മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു മലയാളി തെന്നിന്ത്യൻ നടി അവർ വന്ന് അവിടെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഡസ്കിയാണ്, കുറച്ച് ഹൈറ്റ് കുറവാണ്, കുറച്ച് പ്ലംപാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എനിക്ക് കണ്ടിട്ടൊന്നും തോന്നിയില്ല. അവർ ഒരു സാധാരണ ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു കാണുന്നത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഗൗരി കിഷൻ. അപ്പോൾ ആ കുട്ടി അവിടെ ചെന്നിരുന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പ്രൊമോഷന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും കൂടെ പോകുമല്ലോ, ഡയറക്ടേഴ്സും പിന്നെ നടന്മാരും നടിമാരും എല്ലാം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവർ നിരന്നിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഡയറക്ടർ, പിന്നെ നടൻ, നടി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ കുറേ കൂട്ടം ആളുകൾ ഇതിനകത്ത്, ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബേഴ്സും നിറയെ പോഡ്കാസ്റ്റ് ചെയ്യുന്നവരും, അവരെയൊക്കെ ഇപ്പോൾ പപ്പരാസി എന്ന് അവർ തന്നെയാണ് പറയണത്. നിങ്ങൾ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പപ്പരാസീസാന്ന് പറയും. പപ്പരാസി എന്ന് പറയുന്നത് ഇത്ര നല്ലൊരു വേർഡൊന്നും അല്ല. ആ വേർഡ് അവർ സുഖമായിട്ട് അവർ സ്വന്തം വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഞാൻ എവിടെയാണ് കണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ അമിതാഭ് ബച്ചൻ്റെ ഭാര്യയില്ലേ, അവർ ജയാ ബച്ചൻ, അവർ വളരെ എന്താ പറയുക, ഭയങ്കര പ്രായമായി അവർക്ക്. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അവർ പൊട്ടിത്തെറിക്കും. അവർ രാജ്യസഭയിലെ MP ഒക്കെ ആയതുകൊണ്ടുള്ള ഒരു ധാർഷ്ട്യമൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ അവർ ചില സമയങ്ങളിൽ ഈ ആളുകൾ ചെന്നിങ്ങനെ സെൽഫി എടുക്കാൻ ചെല്ലുമ്പോൾ ഇങ്ങനെ തട്ടി മാറ്റുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ ശരീരത്ത് അവരുടെ അനുവാദം ഇല്ലാതെ സ്പർശിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എന്നുള്ള രീതിയിലൊക്കെ ചില ആളുകൾ വരുമ്പോഴൊക്കെ അവർ വല്ലാതെ ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. ശരിയാണ്, അവർ പ്രായം ചെന്ന ഒരു മഹതിയാണ് എന്ന് കരുതി അവരുടെ ശരീരഭാഗങ്ങളിൽ പോയി സ്പർശിക്കാൻ പാടുണ്ടോ? പക്ഷെ എല്ലാവരും പറയുന്നു, അയ്യോ ഇവർക്ക് എന്തൊരു അഹങ്കാരമാണെന്ന് പറയുന്നത്. ഞാൻ അവരോടൊപ്പമാണ് ആ കാര്യത്തിൽ. എന്താണെന്നറിയോ, അഹങ്കാരമായിട്ടല്ല, അവരുടെ അടുത്ത് വന്ന് നിന്ന് എന്തിനാണ് ഇങ്ങനെ ഈ സെൽഫിക്ക് പോകുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്? ആരോ ഇനിയുള്ള കാലത്തെങ്കിലും നിങ്ങൾ അതെല്ലാം വേണ്ടാന്ന് വെക്കൂ. അങ്ങനെയുള്ള ഒരു താരാരാധനയുടെ മോഡിലേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരരുത്. യു ആർ ഓൾസോ ഈക്വലി ഗുഡ്. നിങ്ങൾക്കും എല്ലാം ചെയ്യാൻ സാധിക്കും. അവരത് അതുപോലെ ഹാർഡ് വർക്ക് ചെയ്ത് അവർ അതുപോലെ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അവരൊക്കെ നടന്മാരും നടിമാരും ഒക്കെ ആയിരിക്കുന്നത്, അല്ലെന്ന് പറയുന്നില്ല. നമ്മളത് പോയി കണ്ട് രസിക്കുന്നു. അവരും സാധാരണ മനുഷ്യരല്ലേ, അവർക്കും നടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം വേണ്ടേ? അവർ ചിലപ്പോൾ അവർക്ക് ഇവിടെ ഒരു ചെവിയിൽ ഇങ്ങനെ ചൊറിയുമ്പോൾ അവർ ഒന്ന് ചൊറിഞ്ഞിരിക്കും, അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അയ്യോ ഇവരുടെ കണ്ടോ, ഇവരുടെ കാതിൻ്റെ ഇവിടെ കഴുകിയിരിക്കുന്നെന്ന് പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു മോശമാണ് ഇതൊക്കെ. അവരും മനുഷ്യരല്ലേ, അവർ ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചിലപ്പോൾ ഡൈവ് ആയതായിരിക്കാം, മുടിയുടെ പല കാര്യങ്ങളുണ്ടാകാം അല്ലേ. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മനുഷ്യരാണെന്നുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ ഈ ക്യാമറയും കൊണ്ട് എല്ലായിടത്തും ഓടിച്ചെന്ന് നടന്നിട്ട് അത് യൂട്യൂബ് ഒരു ചാനലിൽ ഉണ്ടാക്കി അതിലിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് എന്താ പറയുക, തട്ടുകടയിൽ പോയിരുന്ന് ചായ കുടിക്കാനും ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. ദിസ് ഇസ് നോട്ട് ദ വേ യു ഹാവ് ടു ലിവ് യുവർ ലൈഫ്. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക. നമ്മൾ ഒരു സെലിബ്രിറ്റിയെ കാണുമ്പോൾ ഉടനെ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് അവരെ വീഡിയോഗ്രാഫ് ചെയ്യാതിരിക്കുക. അതൊന്നും നല്ല പ്രവണതയല്ല. കാരണം അവരുടെ
ഒരു സ്വകാര്യതയെ ഹനിക്കുകയാണ്. ഓക്കെ, അതൊരു കാര്യം. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ ആകുന്നത്. സെക്കൻഡ് തിങ്, ഇവർ ഒരു നടനാണ്, നടിയാണ് എന്നുള്ളത് കൊണ്ട് എല്ലാവരും ആ നടൻ, നടി എന്നുള്ള ഒരു ചട്ടക്കൂടിൽ നിന്നിട്ട് ഫെയർ സ്കിൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ സ്ലിം ആയിരിക്കണം, അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓരോ ആളുകളും ഓരോ ബിൽറ്റ് അല്ലേ. ചില ആളുകൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്യൂട്ടി പാജൻറ്റിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ അളവുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന സമയങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. എന്തിനാണ് പണ്ടൊക്കെ ഈ ബ്യൂട്ടി പേജൻറ്റ് വന്നിരുന്നതെന്ന് അറിയാവോ? അന്ന് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയുടെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ഈ എങ്ങനെയാണ് ഈ ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ വിൽക്കുക, ഇതുപോലുള്ള പേജൻസ് ഒക്കെ നടത്തുമ്പോഴാണ് ഈ വളരെ ഫെയർ ആകുന്നതോ അല്ലെങ്കിൽ മുടി കേൾ ചെയ്യുന്നതോ മുടി സ്ട്രെയിറ്റ് ചെയ്യാനോ ഒക്കെ ഉള്ള ചില പർട്ടിക്കുലർ വലിയ വലിയ കമ്പനീസ് മാത്രം വളരെ ചുരുക്കം പ്രോഡക്ട്സ് ഇറക്കിക്കൊണ്ടിരുന്ന സമയത്ത് അത് ഇങ്ങനെ ഈ പറഞ്ഞ ഫിലിം ഫീൽഡിലോ അല്ലെങ്കിൽ റേഡിയോയിൽ വർക്ക് ചെയ്യുന്നവരോ ദൂരദർശനിൽ അന്നത്തെ കാലത്ത് എവിടെയൊക്കെ വിഷ്വൽ മീഡിയ ഉണ്ടോ, മൂവി ഉണ്ടോ, അവിടെയൊക്കെ ഇതൊന്ന് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള മാധ്യമമായിരുന്നു ഈ പേജൻസ്. അപ്പോൾ അവിടെ വന്ന് ഇവർ സ്പോൺസേഴ്സായിട്ട് ചെല്ലും, അവർ കുറേ പ്രോഡക്ട്സുമായിട്ട് ചെല്ലും. സോ ദാറ്റ് വാസ് ദ വേ ഓഫ് അഡ്വർടൈസിങ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ഈ പേജൻസ് വെച്ചിരുന്നത്. പിന്നെ കാലം മാറി, എവറിത്തിങ് നമ്മുടെ ഈ ഫിംഗർ ടിപ്പിലുണ്ട്. ഇങ്ങനെ ഒന്ന് തട്ടിയാൽ മതി, നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുള്ള സാധനം നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വീട്ടിൽ വരും, അവിടെ ദുബായിലുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ്. സോ അങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ ഒന്നും ആവശ്യകത ഇനിയില്ല അല്ലേ. പക്ഷേ 2025 നമ്മൾ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ പാജൻസ് എന്ന് പറയുന്നത് കുറച്ചൊരു ഇൻ്റലക്ച്വലും ആയിട്ട് ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻ്റലിജൻ്റ് ആയിട്ട് ഉത്തരം പറയാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറ്റിയിട്ടുണ്ട് വുമൻ എംപവർമെൻറ്റ് എന്നുള്ള രീതിയിൽ. പെൺകുട്ടികൾ നല്ല ഭംഗിയായിട്ട് അവിടെ വന്ന് നല്ല സ്റ്റഡി ആയിട്ട് വന്ന് സംസാരിക്കണം, അവരോട് നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ കാണാറില്ലേ. നിങ്ങൾ ആരെയാണ് മാതൃകയാക്കേണ്ടത്, നിങ്ങൾ എന്തിനാണ് മദർ തെരേസയാണ് മാതൃകയാക്കുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ മദർ തെരേസയെ മാതൃകയാക്കിയിട്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് ബ്യൂട്ടി പേജൻറ്റിൽ വന്ന് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിലൊക്കെ നല്ലപോലെ ഉത്തരം പറഞ്ഞ് അവർ മുന്നേറുന്നൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു സംഭവം, 2 സംഭവങ്ങൾ ഈ 1-2-3 ദിവസങ്ങളിൽ സ്ത്രീകൾക്ക് എഗൻസ്റ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്തു. ആ 2 സ്ത്രീകൾ 2 തലത്തിൽ അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, ഈ ബ്യൂട്ടി പേജൻറ്റിൽ അപമാനിക്കപ്പെട്ടു ഒരു മിസ് മെക്സിക്കോ ആയിട്ടുള്ള ലേഡി, ഫാത്തിമ ബോഷ് എന്നാണ് അവരുടെ പേര്. അവർ മിസ് മെക്സിക്കോ ആയി കഴിഞ്ഞതിന് ശേഷം അവർ അടുത്ത ലെവലിലേക്ക് മിസ് യൂണിവേഴ്സിൻ്റെ ഇതിലേക്ക് മത്സരിക്കാൻ തായ്ലൻഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് പല നാഷണാലിറ്റീസും അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവർക്ക് ഈ സാഷ് എന്ന് പറഞ്ഞാൽ അതുണ്ടല്ലോ, ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഇടുന്ന ആ സെറിമണീനെ അവരങ്ങനെയാണ് പറയുന്നത്, സാഷ് സെറിമണി എന്നോ അങ്ങനെ എന്തോ പറയണത്. ഇങ്ങനെ അവരുടെ പേര് എഴുതിയില്ലേ, മിസ് ഇന്ത്യ, മിസ് ഇതെന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് ഇങ്ങനെ ഇടൂലേ, അത് അവർക്ക് ഔദ്യോഗികമായിട്ട് ധരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെറിമണി, എന്തോ പല സെറിമണീസ് ഉണ്ടല്ലോ അതിൽ വന്ന് ഇവരെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ നാഷണൽ ഡയറക്ടർ, തായ്ലൻഡിലെ നാഷണൽ ഡയറക്ടർ വന്നിട്ട് ഈ സ്ത്രീയെ അതിനകത്തുനിന്ന് വിളിക്കുകയാണ്. മിസ് മെക്സിക്കോ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ ഫാത്തിമ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്, അതിനകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ സോ ദിസ് മാൻ ഈ തായ്ലൻഡ് ഒറിജിനൽ ആളാണ്. അദ്ദേഹം പറയുകയാണ്, നിങ്ങളെന്താണ് നിങ്ങളുടെ ചില ഡ്യൂട്ടീസ് ഒന്നും ചെയ്യുന്നില്ല, വൈ ആർ യു നോട്ട് പോസ്റ്റിംഗ് അബൌട്ട് ദ ഹോസ്റ്റ് കൺട്രി എന്ന് തായ്ലൻഡിൻ്റെ ടൂറിസത്തെ പറ്റിയും അതൊക്കെ അവരുടെ ഇതിൽ ഉണ്ടാവുമായിരിക്കും, പ്രോട്ടോക്കോൾ ഉണ്ടാവുമായിരിക്കും. എന്തോ ഇവർ അത് പോസ്റ്റ് ചെയ്യുന്നില്ല, അങ്ങനെ എന്തോ ഒരു കാര്യം ഇയാൾ ചോദിക്കുകയാണ്. പക്ഷെ വളരെ റൂഡായിട്ട് ചോദിച്ചിട്ട് പറയുകയാണേ, നിങ്ങളത് പോസ്റ്റ് ചെയ്യാത്തത് നിങ്ങളുടെ കൺട്രിയിലെ ആളുകൾ പറഞ്ഞോ, തായ്ലൻഡിനെ പൊക്കണ്ടെന്ന് പറഞ്ഞോ, അതായത് മെക്സിക്കോയിലുള്ള നാഷണൽ ഡയറക്ടർ വല്ലതും പറഞ്ഞോ, നിങ്ങളോട് തായ്ലൻഡിനെ പറ്റിയിട്ടൊന്നും പറയരുതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അത് ചോദിക്കേണ്ടത് ഇയാളുടെ ഉത്തരവാദിത്തമാണോ, അവിടുത്തെ പ്രോട്ടോക്കോൾ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ചോദിക്കുന്ന രീതിയെല്ലാം, ബിക്കോസ് പലരും പല രീതിയിലല്ലേ ഇംഗ്ലീഷ് പറയുക. അപ്പം ഇവരുടെ ഇംഗ്ലീഷ്, ഈ ഏഷ്യൻ ഇംഗ്ലീഷിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. അവർ മനസ്സിലാക്കുന്നതും മെക്സിക്കോയിൽ നിന്ന് വന്ന പെൺകുട്ടീനെ നോക്കിയിട്ട് ഇയാൾ പറയാണ്, നിങ്ങളത് അവർ പറയുന്നത് കേട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഡം ഹെഡാണെന്ന് ഞാൻ പറയുന്നത്. അതായത് ഇൻഡയറക്റ്റ്ലി പറയാണ്, നിങ്ങൾ സ്വന്തമായിട്ട് ചിന്തിക്കാതെയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ തായ്ലൻഡുകാരൻ ഈ മെക്സിക്കൻ ലേഡിയോട് ചോദിക്കുന്നത്. ഉടനെ എല്ലാ സ്ത്രീകളും അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നു കേട്ടോ പെട്ടെന്ന്. അപ്പോൾ ആ പെൺകുട്ടി അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഓരോന്നിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ ഇയാൾ അജിറ്റേറ്റഡ് ആയിട്ട്
സെക്യൂരിറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ സെക്യൂരിറ്റിയോട് ഒരുപക്ഷെ ഈ ലേഡിയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയാണെന്ന് തോന്നുന്നു. അതായത് സെക്യൂരിറ്റിയൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ പുറത്താക്കുക എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ സ്ത്രീകളെല്ലാവരും, ഈ പെൺകുട്ടികളെല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് വാക്കൗട്ട് ചെയ്തു ഇവരുടെ കൂടെ. അപ്പോൾ അത് എന്തൊരു സോളിഡാരിറ്റി ആണല്ലേ. ഒരു സ്ത്രീക്ക് നേരെ ഒരു അധിക്ഷേപം ഉയർത്തിയപ്പോൾ അവർക്ക് ഓരോരുത്തരും അവിടെ മത്സരാർത്ഥികളാണ്. ഒരാൾ പോയാൽ അത്രയും മത്സരം കുറയുമെന്ന് വിചാരിക്കേണ്ട സ്ഥലത്താണ് അവർ എഴുന്നേറ്റ് നിന്ന് അവർ അത്രയും സപ്പോർട്ട് കാണിച്ചു ആ പെൺകുട്ടിക്ക്. അതൊക്കെ വളരെ നമ്മൾ എന്താ പറയുക, വളരെ നമുക്ക് അഭിമാനം തോന്നണം കേട്ടോ സ്ത്രീകൾക്ക്. ഇങ്ങനെ അത്രയും വലിയൊരു പേജൻറ്റിൽ സപ്പോർട്ട് കൊടുത്ത് കണ്ടോ അല്ലേ, എത്ര നല്ല പോലെയാണ് ആളുകൾ ബിഹേവ് ചെയ്തത്, അവിടെ ആ സ്ത്രീകൾ ബിഹേവ് ചെയ്തതെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അത് കണ്ടു നോക്കൂട്ടോ നിങ്ങൾ, യൂട്യൂബിലൊക്കെ ഉണ്ട് അത്. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് പേര് വന്നിട്ട് തായ്ലൻഡ് അവരെല്ലാവരും വന്ന് അയ്യോ സോറി പറയുന്നുണ്ട്, ഇയാളെ ഇതിൽ നിന്ന് നീക്കം ചെയ്യും എന്ന് പറയുന്നുണ്ട്. നീക്കം ചെയ്തു എന്ന് തോന്നുന്നു ഇപ്പോൾ. അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായി. ഇതേപോലെ നമ്മുടെ മദ്രാസിൽ നമ്മുടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഇത് സംഭവിച്ചത്. ഇപ്പം ആ കുട്ടി ആ ഡയറക്ടറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് നിന്ന്, ആ ഡയറക്ടറിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നായകനും നായികയും ഇരുന്ന് പ്രസ് മീറ്റ് നടത്തുന്ന സമയത്ത് യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, ഈ പെൺകുട്ടി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് സ്ത്രീയായിട്ട്, ബാക്കിയുള്ളവരെല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. ചോദ്യങ്ങളും അതും ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഒരു മിനിറ്റിൽ ആ യൂട്യൂബറോ എന്തോ ഒരു പറയണേ, ഞങ്ങൾ പത്രികക്കാർ ചോദിക്കുന്നതിന് നിങ്ങളുടെ മൂവിക്ക് ഒരു നല്ല ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങളെയൊക്കെ ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ ആകാൻ പാടില്ല, അങ്ങനെ ആകാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് പറയുന്നത് എന്നുള്ള രീതിയിലൊരു സംസാരം വരുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടി വന്നിട്ട് ഗൗരി കിഷൻ മലയാളിയാണല്ലോ, അപ്പോൾ തമിഴ് പറയുന്നുണ്ട്, നന്നായി പറയുന്നുണ്ട്. അപ്പോൾ അയാൾ അവിടെ ഇരുന്ന് പറയണേ, உங்களுக்கு தமிழ் தெரியாது, நீங்கள் அதனால தான் இந்த மாதிரி நினைக்கிறீங்க, நான் ஒரு ஜோக்காக தான் கேட்டேன். അപ്പോൾ ഈ കുട്ടി ചോദിക്കും, അത് ജോക്കാ സർ, നിങ്ങൾ കേട്ടത് ജോക്കാ, നിങ്ങളെ ചോദിച്ചത് ജോക്കാണോന്ന്. അതായത് അവിടെ ഇരിക്കുന്ന ആ ഡയറക്ടറിൻ്റെ അടുത്ത് ഇതിന് മുമ്പിലത്തെ ഒരു പ്രസ് മീറ്റിലും ആ ഈ നായകൻ്റെ അടുത്ത് നായകൻ ഈ പെൺകുട്ടിയെ ഇങ്ങനെ പൊക്കുന്ന ഒരു സീനുണ്ടെന്ന്, എന്തോ ഒരു ഡോക്ടറായിട്ട് എന്തോ ആണ് ഈ പെൺകുട്ടി അതിൽ അഭിനയിക്കുന്നത്. ഇന്നാണ് റിലീസ്. അതേഴ്സ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു മൂവിയുടെ പേര് കേട്ടോ, അത് അങ്ങനെ എങ്ങാണ്ടാ പറഞ്ഞ. അപ്പോൾ തമിഴാണ്. നായകൻ ഈ കുട്ടിയെ ഇങ്ങനെ എടുത്ത് പൊക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ യൂട്യൂബർ എന്ന് പറയുന്ന ആൾ ഈ നായകൻ്റെ അടുത്ത് ചോദിച്ചു അത്രേ, എപ്പടി സാർ അവങ്ങള இந்த மாதிரி തൂക്കം മുടിഞ്ചത്, വെയിറ്റ് ഇല്ലയാ, അങ്ങനെ എന്തോ ചോദിച്ചു. അതായത് ഈ പെൺകുട്ടി കുറച്ച് പ്ലംപിയാണ്, എങ്ങനെ നിങ്ങൾക്ക് അത് പൊക്കാൻ പറ്റി, വെയിറ്റ് അല്ലേ എന്നിങ്ങനെ തമാശയ്ക്ക് ഇങ്ങനെ ചോദിച്ചു അത്ര. അപ്പോൾ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രസ് മീറ്റിൽ ഇവർ ആൻസർ പറഞ്ഞില്ല, അവർ എഴുന്നേറ്റ് പോകുന്നു. അവർ പോകുന്നു, ഓരോന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോഴും അതേ മോഡിലേക്ക് വരികയാണ്. അപ്പോൾ ഡയറക്ടറുടെ അടുത്ത് ചോദിക്കുകയാണ്, സാർ കാസ്റ്റ് ശരിയായില്ല സാർ, നിങ്ങൾ ആ ഒരു ഇതിനകത്തേക്ക് ആ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ റോളിലേക്ക് നിങ്ങൾ കാസ്റ്റ് ചെയ്ത ആൾ കറക്റ്റല്ല, നിങ്ങൾ അതിന് വേറെ ആരെങ്കിലും എടുക്കണമായിരുന്നു എന്നുള്ള രീതിയിൽ ഇവർ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കേട്ടിരിക്കുന്ന നായികയായിട്ട് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഈ പ്രസ് മീറ്റിന് വന്നിരിക്കുന്ന ആൾക്ക് എന്തായാലും അതിന് ഉത്തരം പറയാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഗൗരി കിഷൻ ചോദിച്ചു, നിങ്ങളല്ലേ കഴിഞ്ഞ പ്രാവശ്യം വെയിറ്റിനെ പറ്റി പറഞ്ഞത്, എന്നിങ്ങനെ എടുത്തെടുത്ത് ചോദിച്ചു. നിങ്ങൾ തന്നെ മുന്തന വാട്ടി കൂടെ അപ്പടി വെയിറ്റ് പറ്റി കേട്ടെ, നിങ്ങൾ തന്നെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ വേഗം തന്നെ കയറിയിട്ട്, ആമാ അതന്നെ, അത് ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതുണ്ട്, ഞങ്ങൾ ഡയറക്ടറോട് ചോദിക്കും, കാസ്റ്റ് ശരിയായില്ല, സിനിമ വന്നിട്ടില്ല, സിനിമ ഇന്നാണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ, മേ ബി ഇവരെയൊക്കെ വിളിച്ച് ഇനി സിനിമ കാണിച്ചുവോ എന്നറിയില്ല. ഈ പ്രസ് മീറ്റിന് വിളിക്കുമ്പോൾ ഒരു പക്ഷേ ഇവർക്ക് കാണിച്ചായിരിക്കും, ആദ്യമേ സിനിമ റിലീസിന് മുമ്പ് പ്രീ റിലീസ് കാണിക്കുമല്ലോ, അതിന് വല്ലതും കാണിച്ചു കാണുമായിരിക്കും. അപ്പോൾ ഇവരെല്ലാവർക്കും ക്ഷണം കിട്ടിക്കാണും. അപ്പോൾ ഈ ഡയറക്ടർ മിണ്ടാതിരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മൂവിയല്ലേ, അദ്ദേഹത്തിന് പറയാമായിരുന്നു അത് ആ കാസ്റ്റ് അനുസരിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, അതൊക്കെ ഡയറക്ടറുടെ ഇഷ്ടമല്ലേ എന്ന് പറയാമായിരുന്നു. അയാൾ എല്ലാവരും ഒന്ന് അമേദിയായിരിക്കും എന്നുള്ള മട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗൗരി ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾ എങ്ങനെ ബോഡി ഷെയിം ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് എന്തൊരു മോശമാണ് നിങ്ങൾ ഈ ബോഡി ഷെയിമിങ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒരു നായികയാകാൻ പോകുന്ന തരത്തിലുള്ള ഒരു ശരീരഘടനയോ അല്ലെങ്കിൽ ഇതോ എനിക്ക് ഇല്ല എന്നാണോ പറയണതെന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് പറയുന്നുണ്ട്, അതെപ്പടി നാങ്ക വന്ന് സരിതാവേ നല്ലാന്ന് ചൊല്ലിയിരിക്കേ. അപ്പോൾ സരിതേനെ കൊണ്ടുവരുന്നു, മുകേഷിൻ്റെ എക്സ് വൈഫ്. അതേപോലെ തന്നെ ഖുഷ്ബു നല്ലാന്ന് പറഞ്ഞിട്ടില്ലേ,
എന്താ ഇവ പറയണത്? അപ്പം കൊണ്ടുവരികയാണ് പിന്നെയും ആ പ്ലംപ്നെസ്സിനെ അല്ല ഞങ്ങൾ പറയുന്നതെന്നുള്ള മട്ടിൽ അവർ പിന്നെയും ആ ശരീരത്തെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു ആണിനോട് ചോദിക്കുന്നില്ലല്ലോ ഉങ്ക വെയിറ്റ് എന്നാന്ന്, നിങ്ങളെന്താ ഈ സ്ത്രീകളോട് മാത്രം വെയിറ്റ് എന്ന് ചോദിക്കുന്നത് എന്നൊക്കെ ഈ ഗൗരി ചോദിക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ, ബോഡി ഷെയ്മിങ് അത്രയും ആണുങ്ങൾ നിന്നിട്ട് ഈ കുട്ടീനെ ഒരു 10 മിനിറ്റ് ഇട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. എല്ലാ ചാനലുകളിലും ഓടണ്ട, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ എന്തൊരു കഷ്ടമാണ് ഇതൊക്കെ അല്ലേ. കറുക്കാൻ പാടില്ല, വെളുക്കാൻ പാടില്ല, നീളം കൂടാൻ പാടില്ല, നീളം കുറയാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ കയ്യിലാണോ? ഇന്നലെ ഞാൻ പറഞ്ഞ അതേ ടോപ്പിക്, അത് എങ്ങനെ ഇന്നലെ ഇതെന്താ യൂണിവേഴ്സിൽ ഇത് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇതൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ഇന്നലെ പറഞ്ഞത്. കുട്ടികളെ, കുഞ്ഞു മക്കളെ വിഷമിപ്പിക്കരുതെന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ഇതല്ലേ നമ്മൾ ഇന്നലെ പറഞ്ഞത്. നിറത്തിനെ പറ്റിയും വണ്ണത്തിനെ പറ്റിയും ഒക്കെ ഇതൊന്നും ചെയ്യരുതെന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ഇന്നലെ ഫുൾ യൂട്യൂബിൽ ഇത് തന്നെയായിരുന്നു, വേറെ കോണ്ടസ്റ്റിൽ. അതേപോലെ തായ്ലൻഡിൽ ആ ലേഡിയും എഴുന്നേറ്റ് നിന്ന് അവരും പറഞ്ഞു, എന്തിനാണ് നിങ്ങളിങ്ങനെ അധിക്ഷേപിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് ഈ പുരുഷന്മാർ ചിലപ്പോൾ ഒക്കെ ചെയ്യാറുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റൂല കേട്ടോ. അത് അവർക്കത് അറിയാതെ വന്നു പോകുന്നതാണ്. അവരറിയാതെയാണ് അവരങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ആ നെറേറ്റീവിൽ അത് വന്നു പോവുകയാണ്. അപ്പോൾ ഇനിയൊന്ന് കുറച്ച് പതുക്കെ ഇതുപോലെ ഓരോരുത്തർ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും മാറ്റും. നിങ്ങൾ ഈ മുഖ്യധാര മാധ്യമങ്ങളിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ ഇതിലൊക്കെയാണെങ്കിൽ അവർ വളരെ ബഹുമാനം കൊടുക്കും ആ വന്നിരിക്കുന്ന നടനോ നടിക്കോ. അതായത് ഏതാണെങ്കിലും, സൂര്യ TV ആണെങ്കിലും, കൈരളി ആണെങ്കിലും, ഏഷ്യാനെറ്റ് ആണെങ്കിലും, ഏത് TV ആണെങ്കിലും നമ്മൾ വിളിച്ച് ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ അവരെ ഒരുമാതിരി ഇങ്ങനെ ഇതാക്കുന്ന ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുന്ന ആളുകൾ കുറേ പേര് യൂട്യൂബിലുണ്ട്. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രമ്യ എന്നൊക്കെ പറഞ്ഞൊരു കുട്ടി, ആ കുട്ടി വളരെ മോശമായിട്ടൊക്കെ ആളുകൾ വന്നിരിക്കുമ്പോൾ ഓരോന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു പ്രാവശ്യം ശാന്തി കൃഷ്ണനെയോ ആരെയോ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ട് ശാന്തി കൃഷ്ണയോട് ചോദിക്കുകയാണ്, ശാന്തി കൃഷ്ണയുടെ ഒരു കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ട്, ആ കുഞ്ഞിൻ മരിച്ചതിനെ പറ്റിയുള്ള ഓർമ്മകൾ എന്തൊക്കെയാണ്, ആരെങ്കിലും ചോദിക്കുമോ ഇങ്ങനെയൊക്കെ. അതായത് വിഷമിപ്പിച്ചിട്ട് അവരെ ഒന്ന് കരയിപ്പിച്ചിട്ട് ഇവർ കരയുന്ന കണ്ടോ എന്നൊക്കെ പറഞ്ഞ് തമ്മനയിലിട്ട് മറ്റുള്ളവരെ, അപ്പോൾ എല്ലാവരും കയറി നോക്കും, അപ്പോൾ അവർക്ക് വ്യൂസ് കിട്ടും, അപ്പോൾ യൂട്യൂബിൽ നിന്ന് പണം കിട്ടും. ഇങ്ങനെയാണോ വേണ്ടത്? ഇതൊക്കെയാണ് മാധ്യമധർമ്മം ഇല്ലായ്മ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന അത് സ്ത്രീയെ തന്നെയാണ്, ഒരു സ്ത്രീയെ വിഷമിപ്പിക്കുകയും ചെയ്തത്. നമ്മൾ കുറച്ചുകൂടി സെൻസിറ്റീവ് ആകണം അല്ലേ, നമ്മൾ എംപത്തറ്റിക് ആകണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ പണത്തിന് വേണ്ടിയും അതിനു വേണ്ടിയും ഇങ്ങനെ ഒരു ചിന്തയില്ലാതെ ഇങ്ങനെ നമ്മൾ ആളുകളെ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പോക്കിങ് യുവർ നോസ് ഇൻ ടു ഓൾ അഫെയേഴ്സ്. എന്ത് ചോദിക്കണം എന്ത് ചോദിക്കേണ്ടെന്ന് ഉള്ള ഒരു ഇതില്ല. അപ്പം എൻ്റെ പേര് എൻ്റെ ഒരു എപ്പോഴും എനിക്ക് കേൾക്കേണ്ടെന്ന് ഇതെന്താണെന്നറിയോ? പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ അമ്മയുടെ കൂടെ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും, അയ്യോ ആശ ടീച്ചറുടെ മോളാണോ, ടീച്ചറുടെ മോൾ എങ്ങനെ കറുത്തുപോയി, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പിന്നെ ഗ്രാമീണരാണ്, അവർക്കറിയില്ല, അവരങ്ങനെയാണ് പെരുമാറുന്നത്. ഇന്ന് അങ്ങനെയാണോ? നമ്മളൊക്കെ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നു, എന്തൊക്കെ കാണുന്നു, നമുക്കറിയില്ലേ ഒരാളോട് എന്താണ് ചോദിക്കേണ്ടാത്തതെന്ന്. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേറെ ഒരു കസിൻ്റെ വിവാഹത്തിൻ്റെ സമയത്ത് ഈ ആളുകൾ ഇങ്ങനെ വരുമല്ലോ, നമ്മളറിയില്ലാത്തവർ വേറെ ആ വീട്ടിലെ വരൻ്റെ വീട്ടുകാർ വരികയാണ്. അവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ എൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീ എന്നോട് ചോദിക്കുകയാണ്, ആകെയോ അതെന്ത് പേരാ അതെന്താ അങ്ങനെ പേരിട്ടേക്കുന്നത്, ഇതിനുത്തരം എന്ത് പറയും? ഇതൊക്കെ അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനുമ്മയുടെ പേരല്ലേ, എനിക്ക് വേറെ ചോയ്സ് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവർക്ക് ഹോബ്സൺസ് ചോയ്സ് എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെയാണ് എൻ്റെ പേരെന്ന് പറഞ്ഞു. ഹോബ്സൺസ് ചോയ്സ് ഞാൻ ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേരിനെ പറ്റി ചോദിക്കുന്ന ആളുകളോട് ഞാനെപ്പോഴും പറയും, എൻ്റെ പേര് എനിക്കൊരു ഹോബ്സൺസ് ചോയ്സ് ആണെന്ന്. ഞാൻ അതിനെപ്പറ്റി ഇതിൽ ഇട്ടിട്ടുണ്ട് ഇതിനു മുമ്പ്, വാട്ട് ഈസ് ഹോബ്സൺസ് ചോയ്സ് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് വായിച്ചു നോക്കൂ, ഗൂഗിൾ അടിച്ച് നോക്കൂ. ഹോംവർക്കാണ് ഹോബ്സൺസ് ചോയ്സ്. ആകെ ചേച്ചി പറഞ്ഞ ഹോബ്സൺസ് ചോയ്സ് എന്താണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യൂ. എനിക്കറിയാം, വീണയൊക്കെ കമൻറ്റ് ചെയ്യും, വീണയ്ക്ക് അറിയാം അതിൻ്റെ ആൻസർ അല്ലേ, നോക്കിക്കോളും. പക്ഷെ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പേരിനെ പറ്റി, യൂണിക്നെസ്സിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ആ കഥയാണത്. ഈ ഹോബ്സൺസ് ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് അതിലുമുണ്ട്. അപ്പോൾ പോയി തപ്പി കണ്ടുപിടിക്കൂ. എപ്പോഴെപ്പോഴും പറഞ്ഞാൽ റിപ്പറ്റീഷനോ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പറയണമെന്ന് തോന്നി എനിക്ക്. ഗൗരി കിഷൻ എന്ന് പറഞ്ഞ ആ കുട്ടി ചെയ്തത് വളരെ കറക്റ്റാണ്. നമ്മൾക്ക് എഗൻസ്റ്റായിട്ട് ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ
തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു ചോദിക്കുക തന്നെ വേണം. നമ്മൾ ആളുകളോട് തിരിച്ചു ചോദിക്കാതെ നമ്മളെപ്പറ്റി തൻ്റേടിയാണെന്ന് പറയും, അല്ലെങ്കിൽ അവളെന്താ വലിയ ആളോ എന്നുള്ള മട്ടിൽ സംസാരിക്കും എന്ന് കരുതി നമ്മൾ പറയാതിരിക്കരുത്. വെൻ വി ആർ റൈറ്റ്. അതേപോലെ തന്നെ നമ്മളെ വെറുതെ ഹേർട്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുമ്പോൾ ഒരിക്കലും വകവെച്ച് കൊടുക്കരുത്. പോയി പണി നോക്കാൻ പറയണം. നിങ്ങളെ ഒറ്റപ്പെടുത്തിക്കോട്ടെ. ഇങ്ങനെയുള്ള സംഘടിതമായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നു എന്ന് തോന്നുകയാണ് നിങ്ങൾ പറയുന്നത് കൊണ്ട് എങ്കിൽ, ലയൺസ് ഉണ്ടല്ലോ, സിംഹം ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുക. സിംഹത്തിന് കുറേ ആളുകളും പരിവാരങ്ങളൊന്നും വേണ്ട കൂടെ, കേട്ടോ. അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. അപ്പോൾ സിംഹം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ പെടുന്നതെന്ന് സ്വന്തം നിങ്ങൾ വിചാരിക്കൂ. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, സംരക്ഷിക്കുക. വേറെ ആരും വരില്ല സംരക്ഷിക്കാനോ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനോ ഒന്നും ആരും വരില്ല. ബി വെരി, എന്താ പറയുക, എന്നാൽ പൊലൈറ്റ് ആയിരിക്കും വേണം. ആ കുട്ടി വളരെ കറക്റ്റായിട്ട് അയാളെ വഴക്ക് പറയുകയോ ചീത്ത പറയുകയോ ഒന്നും ചെയ്തില്ല. പറയാനുള്ളത് പറയാനുള്ള പോലെ പറഞ്ഞു നിങ്ങൾ എങ്ങനെ എന്നെ ബോഡി ഷെയിം ചെയ്യാം, നിങ്ങൾക്ക് എന്ത് അധികാരമാണ് അതിനുള്ളത്, എനിക്ക് അത് ഡയറക്ടർ തീരുമാനിച്ചതാണ് എന്നെ അതിനകത്ത് അഭിനയിപ്പിക്കണം. അദ്ദേഹം അഭിനയിപ്പിച്ചു, ഞാൻ അഭിനയിച്ചു, എനിക്ക് അതിനുള്ള പണം കിട്ടി, ഞാൻ പോകുന്നു. അത് അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ പറയാമോ, യാര് സാർ ഇവങ്ങൾക്കെല്ലാം റോൾ കൊടുത്തതെന്നൊക്കെ ചോദിച്ചാൽ എന്തൊരു പുച്ഛ മനോഭാവമാണത്. അങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? എല്ലാവർക്കും ഓരോരോ കഴിവുകൾ ഉണ്ടാവില്ലേ ജീവിതത്തിൽ? അതൊന്ന് അംഗീകരിച്ച് തരുന്നതിൽ എന്താണ് തെറ്റുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു എന്നിരിക്കട്ടെ, നല്ല ഒരു പ്രവൃത്തി. ആ നല്ല ഒരു പ്രവൃത്തി ചെയ്തത് നമ്മൾ നമ്മുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഒരു റീല് ഇടുകയോ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളത് ഫോർവേഡ് ചെയ്യുമ്പോൾ പല സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, പലരുടെയും അനങ്ങില്ല. അത് കണ്ട ഭാവം നടിക്കില്ല ചില ആളുകൾ. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അവരുടെ ആ ഒരു അക്കംപ്ലിഷ്മെൻറ്റ് അവർ ഷെയർ ചെയ്യുമ്പോൾ നമ്മളതിൽ പോയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ, വെരി ഗുഡ്, നല്ല രസമുണ്ട് നിങ്ങൾ ചെയ്തേക്കുന്നത്. ചിലപ്പോൾ ഒരു പടമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡാൻസിൻ്റെ ഒരു മുദ്ര ചെയ്തതായിരിക്കാം, ഒരു ഡാൻസ് പെർഫോമൻസിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു റിനോവേഷൻ ചെയ്തതായിരിക്കാം, വീടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിച്ചതായിരിക്കാം. ഒരു കൺഗ്രാജുലേഷൻസ് കൊടുക്കൂ, അല്ലെങ്കിൽ ഒരു തംസ് അപ്പ്, ഒരു ലവ്, അതിലുണ്ടല്ലോ ഒരു ഹാർട്ട്, നിങ്ങളൊന്ന് കൊടുക്കുമോ മറ്റുള്ളവർക്ക്? നിങ്ങൾ ഒന്ന് ഇങ്ങനെ തോളത്ത് തട്ടി അവർക്ക് ഒരു കൺഗ്രാജുലേഷൻസ് കൊടുക്കൂ. അവരുടെ മുഖത്തൊരു പുഞ്ചിരി വരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലാതെ ഇങ്ങനെ ഇടിച്ച് താഴ്ത്താൻ എവിടെയാണ് അവസരം കിട്ടുന്നതെന്ന് നോക്കിയിട്ട് ചെയ്യരുത്. ദാറ്റ്സ് നോട്ട് റൈറ്റ്. മറ്റുള്ളവർക്ക് ഉള്ള ചില കഴിവുകൾ നമ്മൾ അംഗീകരിച്ച് കൊടുക്കുന്നത് വഴി നമ്മൾ നല്ല മനസ്സുള്ള ആളുകളായി മാറുകയാണ്. നമ്മുടെ മനസ്സ് ഉയരുകയാണ്. നമുക്ക് ഒരു എന്താ പറയുക, നല്ല എനർജിയാണ് കിട്ടുന്നത് നമ്മൾ അവരിൽ ഒരു പുഞ്ചിരി ഉണ്ടാക്കുമ്പോൾ. ശരിയല്ലേ? അല്ലാതെ ആ പാവം കുട്ടീനെ ആ തായ്ലൻഡുകാരനും സംസാരിച്ചതും വളരെ മോശമായിട്ടാണ്. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ആ പേജൻസിലൊക്കെ വന്നിട്ടുണ്ടാവുക അല്ലേ? അതേപോലെ ഈ കുട്ടിയും എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ആ സിനിമയിലേക്ക് അഭിനയിക്കുകയും അതിൽ പോയി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത്രയും വെളിച്ചമൊക്കെ വരുമ്പോൾ ഒക്കെ നിന്ന് അഭിനയിക്കാനൊക്കെ എന്ത് പാടായിരിക്കും അല്ലേ? സോ ലെറ്റ് us ബി എംപത്തറ്റിക്. അപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഒരു പുഞ്ചിരി അവരുടെ മുഖത്തുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കൺഗ്രാജുലേഷൻസോ നന്നായിട്ടുണ്ടെന്ന് പറയാനോ ഒക്കെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യൂ. ഫോർ എക്സാമ്പിൾ, ഒരു ഹൗസ് വാമിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ അവർ നല്ല വീടുകളൊക്കെ നന്നായിട്ട് വീടൊക്കെ ചെയ്ത് നല്ല ഭംഗി നന്നായിട്ടുണ്ട് കേട്ടോ, രസമായിട്ടുണ്ട്, അങ്ങനെ അങ്ങ് പറയൂ. അപ്പോൾ ആ ചെയ്ത അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ നിന്ന് ചെയ്ത ആൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? സോ ചിയേഴ്സ്. ഓക്കെ.